ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളി പപ്സ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ചതച്ച് വെച്ചിട്ടാട്ടോ ഉള്ളത്. പിന്നെ മല്ലിയിലയും അതുപോലെ ഉള്ളി കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട്, അതായത് ഒരു 2-3-4 സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാലും ഒരു 4-5 സവാള എടുക്കുന്നത് നല്ലതാണ്. കാരണം അരിഞ്ഞ് നമ്മളിത് ഉണ്ടാക്കി വരുന്ന സമയത്ത് സവാള നന്നായിട്ട് താളിപ്പോവും. അപ്പോൾ നമ്മൾ നോക്കി കണ്ട് ചെയ്യട്ടോ എടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പിട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു പപ്സാണ് ഉണ്ടാക്കുന്നത്, എഗ് പപ്സാണ്. അപ്പോൾ അത് എടുക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ചതച്ച എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില സെപ്പറേറ്റ് ആയിട്ടല്ല, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ഇതാക്കി എടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ഇടുന്നത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. എഗ് പപ്സ് ആണെങ്കിലും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മസാല പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ആ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ഒരു ലേശം നുള്ളി ബിരിയാണി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ബിരിയാണി പൊടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ, അതായത് മസാലേൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അത് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിതാ പൊടിച്ച് വെച്ച ബിരിയാണി പൊടിയും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വഴന്ന് വരണം. നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവണം. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുട്ട നന്നായിട്ട് നമ്മൾ മുറിച്ചവിടെ മാറ്റി വെക്കും. പിന്നെ പൊടി ഇത് അവിടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്ക് കുഴക്കുന്ന വരെ മൈദമാവ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കുഴക്കുന്നത് കേട്ടോ. മൈദ മാത്രം ഇതിലേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു മുട്ടൻ്റെ പകുതി വെച്ചെടുത്തിട്ട് പത്തിരി പോലെ പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് അറിയുന്ന രീതിയിൽ മടക്കി ഇരുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മടക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ എൻ്റെ അമ്മല്ല, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഇതാക്കിയത് എന്ന് വെച്ചാൽ അവർക്ക് നന്നായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനറിയാം. അപ്പോൾ ഒരു വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ അതാ രണ്ടാമതും ഇതുപോലെ മസാല ഇട്ട് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നും കൂടി എഗ്ഗ് വെച്ച് ഒന്നും കൂടി കാണിച്ചു തരാം. കാരണം ഇനി അറിയാത്തവരുണ്ടെങ്കിലും ഒന്നും കൂടി ഇതായിക്കോട്ടെ വെച്ചിട്ടാണ്. അതായത് നേരത്തെ മലർത്തി വെച്ചാണ് എഗ്ഗ്. പക്ഷേ നിങ്ങൾ എപ്പോഴും വെക്കുമ്പോൾ കമഴ്ത്തി വെച്ചാൽ മതിട്ട് എഗ്ഗ്, എന്നാലേ ഇങ്ങനെ പൊളിഞ്ഞ് പോകാതൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതിപ്പോൾ ഉമ്മാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത്. രണ്ടുപേരും കൂടി ഇത് ഫുള്ള് മടക്കി ഇതുപോലെ റോൾ ചെയ്ത് ഇതാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് OTG ഓവനിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഓയിലാവും. അപ്പോൾ ഓയിൽ അധികം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഒരു ലേശം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതിനോണ്ട് ഓവനിൽ വരുന്ന